आज के मनन के लिए हम सब लोग निकालेंगे इफिसियों की पत्री 3 अध्याय और 17वां पद। ഇന്നത്തെ വചനചിന്തയ്ക്കായിട്ട് നമുക്ക് എടുക്കാം എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. 3:17 इफिसियों 3:17 3:17। और विश्वास के द्वारा मसीह तुम्हारे हृदय में बसे कि तुम प्रेम में जड़ पकड़कर और नेव डालकर सब पवित्र लोगों के साथ भली भांति समझने की शक्ति पाओ कि उसकी चौड़ाई और लंबाई और ऊंचाई और गहराई कितनी है, और मसीह के उस प्रेम को जान सको जो ज्ञान से परे है, कि तुम परमेश्वर की सारी भरपूरी तक परिपूर्ण हो जाओ. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. पौलुस इफिसुस में जब पहली बार जाता है तो इफिसुस आज जिस प्रकार है या पौलुस के समय में जब उसने पत्री लिखी उस समय जैसा था उससे बिल्कुल अलग था पहले का इफिसुस. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ എത്തുന്ന സമയത്ത് ഇന്ന് നാം കാണുന്ന എഫെസോസ് ആയിരുന്നില്ല. അന്നത്തെ എഫെസോസ് വളരെയധികം വ്യത്യാസമുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്ന ഒരു എഫെസോസ് ആയിരുന്നു അത്. वहां के लोग ज्ञानवादी थे, അവിടെയുള്ള ആളുകൾ ജ്ഞാനവാദികളായിരുന്നു. बहुत ही चीजों को जानने के लिए जिज्ञासु रहते थे, കാര്യങ്ങൾ അറിയാൻ വേണ്ടി വളരെ ആഗ്രഹമുള്ളവർ, വാഞ്ചയുള്ളവരായിരുന്നു. लेकिन इसी के साथ साथ अंधकार की एक बहुत बड़ी ताकत वहां पर राज कर रही അപ്പോൾ थी. തന്നെ വളരെയധികം അന്ധകാരം നിറഞ്ഞു നിന്ന ഒരു അന്തരീക്ഷമായിരുന്നു ആ ദേശത്തുണ്ടായിരുന്നത്. इस जगह पर पौलुस पहुंचता है. ഈ സ്ഥലത്താണ് പൗലോസ് എത്തിച്ചേരുന്നത്. मैं वहां की ताकत के बारे में यदि मैं आपको बताऊं, बेबीलोन के समय में राजा सम्राट जो खुद को ईश्वर बनाकर मूरत खड़ी कर कर जिस प्रकार राज किया करता था, उससे भी बड़ी ताकत के साथ इफिसुस में अर्तिमस नामक एक मूरत राज किया करती थी. ബാബിലോണിയ സാമ്രാജ്യം നിലവിലുണ്ടായിരുന്ന സമയത്ത് നമുക്കറിയാം രാജാവ് സ്വന്തം രൂപത്തെ വിഗ്രഹമായിട്ട് നിർത്തി അതിനെ ആരാധിക്കുവാൻ പറഞ്ഞതിനേക്കാളും അധികമായിട്ട് എഫെസോസിൽ അർത്തമിസ് ദേവിയുടെ വിഗ്രഹം സ്ഥാപിക്കുകയും അതിനെ ആരാധിക്കുവാൻ ജനത്തെ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. और वो ताकत इतनी बड़ी थी कि कोई भी व्यक्ति अपने दूसरे तरीके को कर ही नहीं पाता था. हर क्षेत्र को इस अर्तिमस ने प्रभावित करके रखा हुआ था. അവിടെ വ്യാപരിച്ചിരുന്ന അന്ധകാര ശക്തി എന്ന് പറയുന്നത് അധികം ശക്തമായിട്ട് മറ്റൊരു ശക്തിക്കും അതിനെ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഏറ്റവും ശക്തിമത്തായിരുന്ന ഒരു അന്ധകാര ശക്തിയായിരുന്നു അർത്തമിസ് ദേവിയുടേതെന്ന് പറയുന്നത്. लेकिन वहां पर पौलुस ने कदम रखा അവിടേക്കാണ് പൗലോസ് തന്റെ കാൽ ചുവടുകൾ എടുത്തു വെച്ചത്. और वहां का चेहरा बदल गया. അവിടെയുള്ള അന്തരീക്ഷത്തിന് മാറ്റം സംഭവിച്ചു. पहली बार जब लोगों से शायद उसने बात करी होगी तो शायद वो उस शक्ति के बारे में ज्यादा बढ़ा चढ़ाकर बात कर रहे होंगे. ഒരു പക്ഷേ അവിടെ ചെന്ന സമയത്ത് അവിടെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അവിടെയുള്ള ശക്തിയെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് ഒരു പക്ഷേ സംസാരിച്ചിരിക്കാം. उनकी आत्मिकता में, उनकी पढ़ाई लिखाई में, उनकी संस्कृति में, हर तौर तरीके में इसका कहीं न कहीं प्रभाव था. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ സകല സാമൂഹിക ആത്മീക ധാർമ്മിക എല്ലാ മേഖലകളെയും ഇത് എഫക്ട് ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. लेकिन ध्यान से सुनिएगा, जैसे ही पौलुस ने कदम रखा, പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുന്നത് പൗലോസ് തന്റെ കാലുകൾ എടുത്തു വെച്ച ഉടൻ തന്നെ पौलुस अर्तिमस का नहीं बना. പൗലോസ് അർത്തമിസിന്റേതായി തീർന്നില്ല. अर्तिमस की ताकत पौलुस के सामने खत्म हो गई. പൗലോസിന്റെ മുൻപിൽ അർത്തമിസിന്റെ ശക്തി ഇല്ലാതെയായി തീരുവാനിടയായി തീർന്നു. और वहां पर एक ऐसी कलीसिया बनी जो पूरे नए नियम के अंदर सबसे बड़ी कलीसिया है. ആ ദൈവത്തിന്റെ
ദൈവത്തിന്റെ സഭയാണ് പിന്നീട് പുതിയ നിയമസഭകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ സഭയായി തീരുവാനിടയായി തീർന്നത്. मैं खुश खबरी सुनाना चाहता हूं. ഞാനൊരു സന്തോഷക്കാര്യം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. यदि आपको प्रभावित करने वाली ताकत बड़ी है तो ये इशारा है इस बात का कि वहां पर परमेश्वर का कार्य भी कुछ बड़ा होने जा रहा ഒരു है. പക്ഷേ നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യം അവിടെ വ്യാപരിക്കുന്ന അന്ധകാര ശക്തി നിങ്ങളുടെ മേല് അധികമായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അവിടെ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുവാൻ സമയമായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. वो बड़ी या छोटी परमेश्वर के लिए नहीं है, അത് വലുതോ ചെറുതോ ദൈവത്തിന് അത് വ്യത്യാസമില്ല. हमारे लिए है वो बड़ी. അത് നമുക്കാണ് വലുതെന്ന് പറയുന്നത്. हम कहते हैं कि वो बड़ा राक्षस है, ये बड़ा शैतान है, ये छोटा शैतान है. परमेश्वर के लिए वो शैतान है. നാമാണ് അവൻ പിശാചിനെ വലുതും ചെറുതുമായിട്ടൊക്കെ രൂപം കൊടുത്ത് മനസ്സിലാക്കും. ദൈവത്തിനെല്ലാം ഒരുപോലെയാണ്, അത് ചെറുത് തന്നെയാണ്. हम कई बार कहा करते हैं यार बहुत बड़ी ताकत है ये, ചിലപ്പോൾ നമ്മൾ പറയാറില്ല അത് വലിയ ശക്തിയാകുന്നു എന്ന്. वहां जाके प्रार्थना मत करना, उल्टा मारेगी. അവിടെ പോയി പ്രാർത്ഥിക്കരുത്, തിരിച്ചടിക്കുമെന്ന് പറയാറുണ്ട്. वो हम कहते हैं. അത് നാമാണ് അങ്ങനെ പറയുന്നത്. परमेश्वर के लिए वो मात्र शैतान है. ദൈവത്തിന് അതൊരു സാധാരണ പിശാച് മാത്രമാണ്. कौन सा शैतान? ഏത് പിശാചാണ്? जिसने केवल सोचा था कि तेरे सिंहासन के ऊपर सिंहासन रखूंगा, फेंक दिया, नीचे गिरा दिया. ദൈവത്തിന്റെ സിംഹാസനത്തിന് മേൽ ഞാൻ എന്റെ സിംഹാസനം വെക്കുമെന്ന് ചിന്തിച്ച ഹൃദയത്തിൽ ചിന്തിച്ച ഉടൻ തന്നെ ദൈവം അവനെ വെട്ടി താഴെയിട്ടു. ആ പിശാച്. ये जितनी भी ताकतें हैं वो उससे तो नीचे है ना. ഇവിടെയുള്ള എല്ലാ ശക്തികളും അതിന്റെ താഴെയാണുള്ളത്. यहाँ की जितनी भी शक्तियां हैं वो स्थानीय शक्तियां हैं. ഇവിടെയുള്ള ശക്തികൾ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിന്റെ ശക്തികളാണ്. एक क्षेत्र से बंधी हुई क्षेत्र निर्धारित ताकतें हैं वो. ഒരു പ്രദേശത്തെ മാത്രം നിലനിർത്തിക്കൊണ്ട് അധികാരം നടത്തുന്ന പൈശാചിക ശക്തിയാണത്. हर एक गांव के ऊपर एक शक्ति है, എല്ലാ ഗ്രാമത്തിന്റെ മേലും ഒരു ശക്തിയുണ്ട്. हर शहर के ऊपर एक शक्ति है, എല്ലാ പട്ടണങ്ങളുടെ മേലും ഒരു ശക്തിയുണ്ട്. हर जिले के ऊपर एक शक्ति എല്ലാ है, ജില്ലകളുടെ മേലും ഒരു ശക്തിയുണ്ട്. हर राज्य के ऊपर एक शक्ति है, എല്ലാ രാജ്യത്തിന്റെ മേലും ഒരു ശക്തിയുണ്ട്. हर देश के ऊपर एक शक्ति है, എല്ലാ ദേശത്തിന്റെ മേലും ഒരു ശക്തിയുണ്ട്. हर महाद्वीप के ऊपर एक शक्ति എല്ലാ है. ദ്വീപുകളുടെ മേലും ഒരു ശക്തിയുണ്ട്. लेकिन इन सब के ऊपर की शक्ति है शैतान. ഇതിന്റെ എല്ലാം മേലുള്ള ശക്തിയാണ് പിശാചിന്റെ ശക്തി എന്ന് इस പറയുന്നത്. शैतान नामक शक्ति को भी मन में सोचा ही था, नीचे गिरा दिया. ഈ പിശാചിനെയാണ് അവൻ മനസ്സിൽ നിഗളിച്ച ഉടൻ തന്നെ ചിന്തിച്ച ഉടൻ തന്നെ ദൈവം താഴെ വെട്ടിയിടുവാൻ ഇടയായി किसने തീർന്നത്. गिराया? ആരാണ് വീഴ്ത്തിയത്? मसीह यीशु ने. ക്രിസ്തുവാണ്, ദൈവമാണ് അവനെ വീഴ്ത്തിക്കളഞ്ഞത്. किसने गिराया? ആരാണ് വെട്ടി താഴെയിട്ടത്? मसीह यीशु ने. ക്രിസ്തു യേശുവാണ് അത് അങ്ങനെ ചെയ്തത്. और हमारे अंदर कौन रहता है? നമ്മുടെ അകത്ത് ആരാ ഉള്ളത്? तो कौन बड़ा है? ആരാണ് വലിയത്? कौन बड़ा है? ആരാണ് വലിയത്? जिसमें मसीह रहता है मैं उससे बड़ा हूँ. ആരുടെ ഹൃദയത്തിനകത്ത് യേശു വസിക്കുന്നുവോ അവനാണ് വലിയത്. लेकिन उसे हराने के लिए അവനെ തോൽപ്പിക്കുവാൻ വേണ്ടി हमें एक लक्ष्य तक पहुंचना जरूरी है. പക്ഷെ ഒരു ലക്ഷ്യത്തിൽ നാം എത്തിച്ചേരേണ്ടത് ആവശ്യമാണ്. वो लक्ष्य है 19 का आखिरी पद पढ़िएगा. അതാണ് 19ന്റെ അവസാനത്തെ ഭാഗത്തിൽ നമുക്ക് കാണാനായിട്ട് सिर्फ സാധിക്കുന്നത്. आखिरी लाइन. അവസാനത്തെ ഭാഗം മാത്രം. कि तुम परमेश्वर की सारी भरपूरी तक परिपूर्ण हो जाओ. परमेश्वर की सारी भरपूरी तक परिपूर्ण होते ദൈവത്തിന്റെ जाओ. എല്ലാ നിറവിനോളം നിറഞ്ഞു വരിക എന്ന് പറയുന്നത്. बढ़ने के लिए हमें दो बातें करनी पड़ेंगी. നാം ക്രിസ്തുവിൽ വളരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ രണ്ട് കാര്യം നാം ചെയ്യേണ്ടത് ആവശ്യമാണ്. पहली बात है ഒന്നാമത്തെ കാര്യം हमें जड़ पकड़नी है. നാം ക്രിസ്തുവിൽ വേരൂന്നണം. किसमें जड़ पकड़नी है? എവിടെയാണ് വേരൂന്നേണ്ടത്? मसीह में जड़ पकड़नी है. ക്രിസ്തുവിൽ വേരൂന്നണം. हम हालेलुया। एक और वचन का भाग जल्दी से पढ़ेंगे, कुलूसियों 2:7. ഒരു വചനത്തിന്റെ ഭാഗം കൂടെ വായിക്കാം. കൊലോസ്യർ 2:7. या और उसी में जड़ पकड़ते और बढ़ते जाओ. हाँ. और जैसे तुम सिखाए गए वैसे ही विश्वास में दृढ़ होते जाओ और अधिकाधिक धन्यवाद करते रहो. ओके, उसी में तुम, पहले क्या लिखा हुआ है? जड़ पकड़ते जड़ पकड़ते और बढ़ते जाओ. और बढ़ते जाओ. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും. पास वाले को हाथ मिलाकर कहिएगा, जड़ पकड़ोगे तभी बढ़ोगे. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പറയുക, വേരൂന്നിയെങ്കിൽ മാത്രമേ വളരാൻ സാധിക്കുകയുള്ളൂ. हालेलुया. ഹല്ലേലൂയ. आपको पता है पेड़ जितना ऊपर जाता है
നമുക്കറിയാമോ വൃക്ഷം എത്ര മുകളിലോട്ട് വളർന്നു വലുതായാലും उसकी जड़ उतनी ही नीचे जाती है അതിന്റെ വേരുകൾ അത്രമാത്രം ആഴത്തിലേക്ക് ഇറങ്ങി പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നു. और कई घरों में तो पेड़ को जानबूझ के काटना पड़ता है. क्यों? इतनी जड़ ज्यादा हो गई कि घर की नींव तक को हिलाना शुरू कर देती है. ചില വീടുകളുടെ അടുക്കൽ നിൽക്കുന്ന വൃക്ഷങ്ങളെ അത് വേരോടെ പിഴുതു കളയാറുണ്ട്. കാരണം അതിന്റെ വേരുകൾ ആ ഭവനത്തെ ബാധിക്കുന്നത് കൊണ്ട്. और उस पेड़ को तोड़ने के लिए नॉर्मल कुल्हाड़ी से या ना आरी से काम नहीं चलता है. उसके लिए बड़ी मेहनत करनी पड़ती है. സാധാരണ നാം ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ആയുധങ്ങൾ കൊണ്ടൊന്നും അത് വെട്ടി വീഴ്ത്തുവാൻ നമുക്ക് കഴിയത്തില്ല. അതിന് വേരോടെ പിഴുതു കളയാൻ വേണ്ടി നാം ശ്രമിക്കേണ്ടത് तो ആവശ്യമാണ്. पहली चीज हमें क्या करनी है? ആദ്യമായിട്ട് നാം എന്താ ചെയ്യേണ്ടത്? सब लोग बोले, ഒരുമിച്ച് പറയാമോ? जड़ पकड़नी है. ഒന്നാമതായിട്ട് വേരൂന്നണം. जड़ पकड़नी है. വേരൂന്നണം. किस में जड़ पकड़नी है? എവിടെയാണ് വേരൂന്നേണ്ടത്? किस में जड़ पकड़नी है? എവിടെയാണ് വേരൂന്നേണ്ടത്? यीशु मसीह में जड़ पकड़नी है. ക്രിസ്തുവിൽ നാം വേരൂന്നണം. क्यों? और कोई चीज नहीं है क्या? എന്താ വേറെ നമുക്ക് വേരൂന്നാൻ വേറെ സ്ഥലമില്ലയോ? बाकी सारी की सारी चीजें खुद डावाडोल है. അവൻ അല്ലാതുള്ളതെല്ലാം അവൻ സ്ഥിരമായി നിൽക്കുന്നതല്ല. आप किसी भी चीज को दे लो, उनको खुद को नहीं पता कि वो स्थिर है या नहीं है. മറ്റുള്ള കാര്യങ്ങളെ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതിനൊരു സ്ഥിരതയില്ലാത്തതാണ്. लेकिन यदि कोई सदा के लिए स्थिर है, പക്ഷെ എന്നേക്ക് നിലനിൽക്കുന്ന ഒന്നുണ്ടെങ്കിൽ यीशु मसीह का एक नाम है, परमेश्वर का एक नाम है, वो युगों की चट्टान है. അവൻ യുഗങ്ങളുടെ പാറ എന്നാണ് ക്രിസ്തുവിനെ വിളിക്കുന്നത്. कौन है युगों की चट्टान? ആരാണ് യുഗങ്ങളുടെ പാറ? कौन है युगों की चट्टान? ആരാണ് യുഗങ്ങളുടെ പാറ? युगों की चट्टान का मतलब क्या है? യുഗങ്ങളുടെ പാറ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? युग बदल जाएगा, അവൻ കാലങ്ങൾ മാറിപ്പോകും, समय बदल जाएगा, സമയങ്ങൾ മാറിപ്പോകും, परिस्थितियां बदल जाएंगी, സാഹചര്യങ്ങൾ മാറിപ്പോകും, लोग बदल जाएंगे, ആളുകൾ മാറിപ്പോകും, पीढ़ियां बदल जाएंगी, തലമുറകൾ മാറിപ്പോകും, हमारे हालात बदल जाएंगे, നമ്മുടെ സ്ഥിതിഗതികൾക്ക് മാറ്റം സംഭവിക്കും. लेकिन वो चट्टान वही रहेगी. ആ പാറ അങ്ങനെ തന്നെ ആയിരിക്കും. हालेलुया. ഹല്ലേലൂയ. तो हम यदि जड़ पकड़ रहे हैं तो ऐसे में जड़ पकड़े जो खुद स्थिर हो. നാം വേരൂന്നുകയാണെങ്കിൽ അങ്ങനെ നിലനിൽക്കുന്നതിൽ നാം വേരൂന്നേണ്ടത് ആവശ്യമാണ്. दुनिया की तरफ आज देखते हैं तो हमको जड़ पकड़ने लायक बहुत कुछ लग सकता है. ഒരു പക്ഷേ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ലോകത്തിലേക്ക് നാം നോക്കുമ്പോൾ നമുക്കിങ്ങനെ വേരൂന്നുവാൻ സാധ്യതയുള്ള പല കാര്യങ്ങൾ നമുക്ക് കണ്ടുമുട്ടിയേക്കാം. हम कई बातों में जड़ पकड़ भी लेते हैं. ചില സമയത്ത് നാം ചിലതിലൊക്കെ വേരൂന്നാറുമുണ്ട്. एक शराबी आसानी से शराब क्यों नहीं छोड़ पाता? എന്തുകൊണ്ടാണ് അവൻ മദ്യപിക്കുന്ന ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന്റെ മദ്യപാനത്തെ പെട്ടെന്ന് മാറ്റുവാൻ കഴിയാതിരിക്കുന്നത്? क्योंकि उसने अपनी जड़ बोतल में लगा दी है. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ വേര് ബോട്ടിലാണ് ആഴ്ന്നിറങ്ങിയിരിക്കുന്നത്. नॉर्मल केवल कहने से वो शराब नहीं छोड़ेगा. പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹത്തിനോട് മാറ്റണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മാറ്റുവാൻ സാധ്യമല്ല. उसके सामने कोई ऐसा आए जो खुद स्थिर हो, जो उसे उखाड़ सकता हो, प्रार्थना के द्वारा ही वो व्यक्ति वहां से उखड़ पाएगा. അദ്ദേഹത്തെ മുന്നിൽ വരുന്ന വ്യക്തി ആമേൻ ആ വിധത്തിൽ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കുവാനും പ്രാർത്ഥനയിലൂടെ അദ്ദേഹത്തെ നേരായ വഴിയിലേക്ക് നയിക്കുവാൻ കഴിഞ്ഞാൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. आपको क्या लगता है कि लोग इतना झूठ क्यों बोलते हैं? നിങ്ങൾക്കറിയാമോ ചില ആളുകൾ ധാരാളം കള്ളം പറയാറുണ്ട്. मलयालम में इस प्रकार कहते हैं, मुंह खुला तो झूठ निकला. വാ തുറന്ന കള്ളമേ പറയാറുള്ളൂ എന്നൊരു ഒരു വർത്തമാനം ഹിന്ദിയിൽ. मुंह खुलते ही വായ തുറന്നാൽ नॉर्मली मुंह खुलते ही बू निकलती है, लेकिन यहाँ लिखा हुआ है मुंह खुलते ही झूठ निकला. വായ തുറന്ന കള്ളം മാത്രമേ പറയൂ. क्या आपको लगता है वो जन्मा था तब झूठ बोलते हुए निकला था बाहर? ജനിച്ചപ്പം കള്ളം പറഞ്ഞാണോ അവരിറങ്ങി വന്നത്? उसकी कहीं न कहीं नेव जड़ पड़ गई. എവിടെയോ അതിന്റെ വേരുകൾ അവരുടെ വേരുകൾ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. उसने अपने परिवार के अंदर, अपने ऑफिस के अंदर, अपनी परिस्थिति के अंदर हर एक को कहीं न कहीं छोटे तौर पर, बड़े तौर पर झूठ बोलते ही सुना है. ഒരു പക്ഷേ വീട്ടിലോ ഓഫീസിലോ തന്റെ സാമൂഹിക ജീവിതത്തിലോ എവിടെയെങ്കിലുമൊക്കെ ആളുകളുമായിട്ട് കള്ളം പറഞ്ഞും കേട്ടും വളർന്നു വന്ന ഒരു സാഹചര്യത്തിലായിരിക്കും വളർന്നു വന്നത്. ये एक जड़ है. അതിനൊരു വേരുണ്ട്. हालेलुया. ഹല്ലേലൂയ. मसीह में जड़ पकड़ने के लिए कहीं न कहीं से जड़ उखाड़ने की भी जरूरत है. ആമേൻ. ക്രിസ്തുവിൽ നമുക്ക് വേരൂന്നണമെങ്കിൽ ഇതിനു മുമ്പ് നാം എവിടെ വേരാഴത്തിൽ പതിച്ചോ അവിടെ നിന്ന് അതിനെ പിഴുതെടുക്കേണ്ടത് ആവശ്യമാണ്. आप एक ही टाइम में दो जगह पर जड़ पकड़ सकते हैं क्या? ഒരു സമയത്ത് രണ്ടിടത്ത് നമുക്ക് വേരൂന്നാൻ സാധിക്കും. എന്താണ് ചെയ്യേണ്ടത്? हमें स्थिर में नींव जड़ पकड़नी पड़ेगी. സ്ഥിരമായി ഉള്ളതിൽ നാം വേരൂന്നേണ്ടത് ആവശ്യമാണ്. और जो स्थिर नहीं है उसमें से निकलने की प्रार्थना,
अनुग्रह है और कोशिश करनी पड़ेगी. സ്ഥിരമായിട്ട് അല്ലാത്തതിനെ അതിൽ നിന്ന് നാം പുറത്തു വരുവാനായിട്ട് നാം ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. हालेलुया, ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. जब तक हम उससे में से जड़ निकाल नहीं देते तब तक हम जड़ डाल नहीं सकते. ആമേൻ. നാം സ്ഥിരമല്ലാത്ത എന്തിലോ വേര് ഊന്നിയിട്ടുണ്ട്, അതിൽ നിന്ന് നാം പിഴുത് മാറ്റി പുറത്തു വരാതെ ആമേൻ ക്രിസ്തുവിൽ നമുക്ക് വേരൂന്നുവാൻ സാധിക്കില്ല. मसीह में जड़ पकड़नी है, ക്രിസ്തുവിൽ നമുക്ക് വേരൂന്നേണ്ടത് ആവശ്യമാണ്. मसीह में जड़ पकड़नी है. ക്രിസ്തുവിൽ വേരൂന്നേണ്ടത് ആവശ്യമാണ്. मसीह में क्यों पकड़नी है? എന്തുകൊണ്ടാണ് ക്രിസ്തുവിൽ? क्योंकि मसीह स्थिर है, എന്തുകൊണ്ടാൽ ക്രിസ്തു ആമേൻ സ്തോത്രം നിലനിൽക്കുന്നവനാണ്. मसीह युगानुयुग है, യുഗങ്ങളായുള്ള പാറയാണ് ക്രിസ്തു. मसीह अनंत है. ആമേൻ. നിത്യനാണ് ക്രിസ്തു. कुछ भी बदल जाए मसीह कभी भी नहीं बदलता है. എന്തെല്ലാം മാറിയാലും ക്രിസ്തു ഒരിക്കലും മാറുകയില്ല. हालेलुया, ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. तो हमें मसीह में जड़ पकड़नी है. ക്രിസ്തുവിൽ നമുക്ക് വേരൂന്നേണ്ടത് दूसरा ആവശ്യമാണ്. हमें जड़ पकड़नी है मसीह के वचन में. രണ്ടാമത് നാം വേരൂന്നേണ്ടത് ക്രിസ്തുവിന്റെ വചനത്തിൽ നാം വേരൂന്നേണ്ടത് ആവശ്യമാണ്. हालेलुया. ഹല്ലേലൂയ. मसीह में जब जड़ पकड़ते हैं तो मैं चट्टान पर खुद मैंने जड़ पकड़ ली, ആമേൻ. നാം ക്രിസ്തുവിൽ വേരൂന്നുമ്പോൾ ആ പാറയിൽ നാം വേരൂന്നിരിക്കുകയാണ്. लेकिन मेरी जड़ें अभी भी कम हैं, ഇപ്പൊ പക്ഷെ എനിക്ക് അത്രമാത്രം ആഴത്തിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. कमजोर हैं, ഇപ്പോൾ അത് അത്ര ബലമില്ലാത്തതാണ്. है ना. अभी भी मेरे को यहाँ वहां की पौलुस की भाषा में दूसरी बयाएं, दूसरी हवाएं, दूसरी शिक्षाएं, दूसरी बातें मुझे क्या कर सकती हैं? हिचकोले दे सकती हैं, डामाडोल कर सकती है. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ ആമേൻ ദുരുപദേശങ്ങളോ വചനത്തിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കടന്നു വരുന്ന സമയത്ത് നാം വീണു പോകാൻ സാധ്യതയുണ്ട്. तो हमें क्या करना है उस समय? ആ സമയത്ത് നാം എന്തു ചെയ്യണം? उस समय क्या करना है? ആ സമയത്ത് നാം എന്തു ചെയ്യണം? वचन रूपी खाद उसमें देनी है. ദൈവത്തിന്റെ വചനമാകുന്ന വളം അതിന് ഇട്ട് കൊടുക്കണം. हर दिन हम वचन क्यों पढ़ते हैं? എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും വചനം വായിക്കണമെന്ന് आपको പറയുന്നത്? क्या लगता है ये केवल एक परंपरा का तरीका है? ഏതെങ്കിലും പാരമ്പര്യമായിട്ട് നാം ചെയ്തു വരുന്ന ഒരു കാര്യമായതുകൊണ്ടാണോ അങ്ങനെ പറയുന്നത്? हम ये जो बच्चों से वचन बुलवाते हैं, घर में जो वचन पढ़ते हैं, ये सब क्यों पढ़ते हैं? എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളോട് വചനം പഠിക്കണമെന്നും പറയുവാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത്? ആമേൻ. സ്തോത്രം. ये रीति रिवाज का तरीका नहीं है. ഇതേതെങ്കിലും ഒരു പാരമ്പര്യം തുടർന്നു കൊണ്ടുപോകുവാൻ വേണ്ടി ചെയ്യിപ്പിക്കുന്നതല്ല. कितने लोग मेरी बात समझ पा रहे हैं? എത്ര പേര് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കുന്നുണ്ട്? आप खुद सोच कर देखो, वचन पढ़ते ही हमारे अंदर दिक्कत शुरू हो जाती है. ആമേൻ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പക്ഷേ ദൈവവചനം വായിക്കുന്ന സമയത്ത് നമുക്ക് ചില അസ്വസ്ഥതകൾ തോന്നാറുണ്ട്. आप कुछ भी करते रहो, कोई दिक्कत नहीं है. वचन पढ़ना शुरू कर दो, हलबली शुरू हो जाएगी. നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നാലും നമുക്ക് ഒരു പ്രശ്നമില്ല, എത്ര നേരം വേണമെങ്കിലും ചെയ്യാം. പക്ഷെ വചനം വായിക്കുവാൻ തുടങ്ങുമ്പോൾ പഠിക്കുവാൻ തുടങ്ങുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കടന്നു വരും. बाकी सब टाइम में हल्लेलुया हल्लेलुया, जैसे ही वचन पढ़े गायब. ആമേൻ. അല്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മൾ ആനന്ദിക്കും സന്തോഷിക്കും ഒക്കെ ചെയ്യും. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്ന സമയത്ത് അവിടെ കാണത്തില്ല. इतना ही नहीं है, वचन पढ़ते वक्त हमारा ध्यान पता कहाँ कहाँ जाता है? അത് മാത്രമല്ല വചനം വായിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ എവിടെല്ലാം പോകുമെന്ന് അറിയാമോ? हमारी कितनी बहनें हैं यहाँ बैठे वचन पढ़ते पढ़ते घर पर जाकर चावल पका लेती हैं. നമ്മുടെ എത്രയോ സഹോദരന്മാരുണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്, വചനം വായിക്കുന്നു, പ്രസംഗം കേൾക്കുന്നു, പക്ഷെ വീട്ടിലിപ്പോ ചോറ് വെച്ചോണ്ടിരിക്കുക. हमारे कितने ही भाई हैं ऑफिस में जाकर अपन हस्ताक्षर कर कर आ जाते हैं. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഓഫീസിൽ പലരും സൈൻ ചെയ്തുകൊണ്ടിരിക്കുക. आमीन. पता है क्यों? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? शैतान को पता है പിശാചിനറിയാം मैं कहीं पर जड़ पकड़ रहा हूँ, ആമേൻ, ഞാൻ എവിടെയോ വേരൂന്നാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന്. मैं कहीं पर जड़ पकड़ रहा हूँ. ആമേൻ, എവിടെയോ ഞാൻ വേരൂന്നാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പിശാചിന് മനസ്സിലാകുന്നുണ്ട്. वो उसका इलाका है, അത് അവന്റെ സ്ഥലമാണ്. उसे पता है मैं निकलने जा रहा हूँ. അവനറിയാം അവിടെ നിന്ന് ഞാൻ സ്ഥാനം മാറി വരുന്നുവെന്ന്. शैतान को अकेला रहना पसंद नहीं है, പിശാചിന് ഒറ്റയ്ക്കിരിപ്പാൻ താല്പര്യമില്ല. आपका साथ चाहता है, അത് നമ്മളെയും കൂടെ ആഗ്രഹിക്കുന്നുണ്ട് അവന്റെ मेरा കൂടെ साथ നിർത്താൻ. चाहता है. ഞാൻ അവന്റെ കൂടെ ആയിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. इसीलिए वो क्या करता है? അതുകൊണ്ട് എന്താണ് പിശാച് ചെയ്യുന്നതെന്ന് അറിയാമോ? प्रलोभन देता है. എന്തെങ്കിലും പ്രലോഭനങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. निंदिया रानी से फेसबुक फ्रंट भिजवाता है. निंदिया रानी പേരാണോ? और कम है नाम. ഫേസ്ബുക്കിൽ പല ഫ്രണ്ട്സിനെ കൊണ്ടുവരും. निंदिया रानी फेसबुक फ्रंट भेजती है. അച്ഛാ, നിന്ദിയ ഉറക്കമെന്ന് പറയുന്ന ആ സഹോദരി ഫേസ്ബുക്കിൽ നിന്ന് ഫ്രണ്ട്സിനെ കൊണ്ടുവരും. आमीन. ഹല്ലേലൂയ. बाकी कोई दिक्कत नहीं है. അല്ലാത്തപ്പോൾ ഒരു കുഴപ്പമില്ല. गवाही लो ना हमसे. നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ घंटों बैठे रहो, घंटों बैठे रहो. എത്ര സമയം വേണമെങ്കിലും ഫോണിൽ ഇരുന്ന് കഴിഞ്ഞാൽ न तो कान में दर्द, न गर्दन में दर्द, न यहाँ दर्द, कहीं कोई दर्द नहीं.
നമ്മുടെ ശരീരത്തിൽ ഒരിടത്ത് പോലും വേദന തോന്നത്തില്ല. ചെവി വേദന എടുക്കത്തില്ല, കഴുത്ത് വേദന എടുക്കത്തില്ല, കൈയും കാലും ഒരു വേദനയും വരത്തില്ല ആ സമയത്ത്. हम सब की बात है ये, हम सब की बात है. ഇത് ഒരാളുടെ കാര്യമല്ല, എല്ലാവരുടെയും കാര്യമായി പറയുന്നത്. किसी जैसी बाइबल उठाते हैं, ബൈബിൾ എടുക്കുന്ന ഉടൻ തന്നെ കോട്ട് വരാനായിട്ട് ആരംഭിക്കും. समझिएगा इस बात को. ഇത് ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചറിയണം എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. हमें मिलकर समझना है. നമുക്ക് ഒരുമിച്ച് അമ്മ കാര്യങ്ങളെ ആകത്തില്ല. बाइबल पढ़ना शुरू करो ना, ദൈവവചനം വായിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ चाचा का फोन आ जाएगा. ആ സമയത്ത് നമ്മുടെ ചാച്ചയുടെ ഫോൺ വരും. बाइबल क्यों पढ़ रही है? ബൈബിൾ എന്തിനാ വായിക്കുന്നേ? आपने चाचा के घर जाके कोई गड़बड़ पैदा करी थी क्या? എന്തെങ്കിലും നിങ്ങളുടെ ചാച്ചയുടെ വീട്ടിൽ പോയി നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണോ അങ്ങനെ चाचा की വരുന്നത്? जमीन हड़पी थी आपने? അവരുടെ വസ്തുവകകൾ എന്തെങ്കിലും നിങ്ങൾ കൈവശം വെച്ചിട്ടുണ്ടോ? उनके अंदर ये खलबली क्यों? എന്തുകൊണ്ടാണ് അവർക്കൊരു ബുദ്ധിമുട്ട് നമ്മൾ ദൈവത്തെ അറിയുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നത്? ഹല്ലേലൂയ, हालेलुया. उनके अंदर ये खलबली क्यों? എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് നമ്മൾ ക്രിസ്തുവിൽ വളരുന്നു എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത്? क्योंकि यही सच है, ഇതാണ് സത്യം എന്ന് പറയുന്നത്. यही ईश्वर है, ഇത് മാത്രമാണ് ദൈവം, यही एकमात्र परमेश्वर है. ഇത് മാത്രമാണ് ഏക സത്യ ദൈവം. हालेलुया. ഹല്ലേലൂയ. इसीलिए उसमें जड़ नहीं पकड़वाने के लिए, खाद नहीं डलवाने के लिए वो सारी कोशिशें करेगा. ക്രിസ്തുവിൽ വേരൂന്നാതിരിക്കുവാൻ, വളമിട്ട് കൊടുത്ത് വളർത്താതിരിക്കുവാൻ എല്ലാ ശ്രമങ്ങളും അവൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ ഇവന്റെ കൂട്ടുകാരനാണിപ്പോൾ. शराब पीता है, മദ്യപിക്കാറുണ്ട്, बीड़ी भी, और जैसे ही मैंने इसकी संगति से निकलना शुरू किया, അവന്റെ കൂട്ടുകെട്ടിൽ ഞാൻ പുറത്തു വരാൻ തുടങ്ങുമ്പോൾ उसके बहुत सारे दोस्त हैं, അവന് ഒരുപാട് കൂട്ടുകാരുണ്ട്. लेकिन इसका ध्यान मेरे ऊपर. പക്ഷെ ആ കൂട്ടുകാരന്റെ ശ്രദ്ധ ഇപ്പോൾ എന്റെ മേളിലാണ്. मैं जैसे ही उस गलती को, मैं भी बड़े बड़े पैग लगाता था. ഞാനും പേക്ക് അടിക്കുന്ന ആളായിരുന്നു. आप आधा पीते थे, मैं पौवा पीता था. അതാ പോവാ. हाँ हाँ हाँ, 50 था तो उसको 75 कर दिया. इसने 75 करा तो मैंने पूरा कर दिया. അവൻ അദ്ദേഹം പകുതി എടുക്കുന്ന ആളാണെങ്കിൽ ഞാൻ ഫുൾ എടുക്കുമായിരുന്നു. कितनियों की जिंदगियां खराब करी हमने, है ना? सही बोल रहा हूँ ना? അനേകരുടെ ജീവിതത്തിൽ ഞാൻ തെറ്റിലേക്ക് നയിച്ചിട്ടുണ്ട്. जैसे ही मैं अच्छाई की ओर मुड़ा, പക്ഷെ ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഞാൻ ശ്രമിക്കുമ്പോൾ इसका पूरा ध्यान मेरे पर, അദ്ദേഹത്തിന് അവരുടെ ശ്രദ്ധ എന്റെ മേളിലായി. और मुझे वो अपनी ओर खींच रहा है. തിരിച്ചു എന്നെ അതിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടി मैं ശ്രമിക്കുകയാണ്. जैसे ही जाता हूँ मुझे खींच रहा है. ഞാൻ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ എന്നെ പുറകോട്ട് വലിക്കുകയാണ്. खींच तान के अंदर दोस्ती दुश्मनी में बदलना शुरू हो गया. അവൻ ഇങ്ങനെ പിടിവലി നടക്കുന്ന സമയത്ത് സ്നേഹിതൻ എന്ന പേരിന് പകരം ശത്രുതയിലേക്ക് അവർ പോവുകയാണ്. एक बार कोशिश करी, ഒരു പ്രാവശ്യം ശ്രമിച്ചു, दूसरी बार कोशिश करी, രണ്ടാമത്തെ പ്രാവശ്യം ശ്രമിച്ചു, तीसरी बार कोशिश करी, മൂന്നാമത്തെ പ്രാവശ്യം ശ്രമിച്ചു, चौथी बार कोशिश करी, നാലാമതും ശ്രമിച്ചു, अपनी और कोशिश करी मैंने, വളരെ ശ്രമം നടത്തി, और कोशिश करी मैंने, പിന്നെയും ശ്രമിച്ചു. और फिर एकदम से मैं आ गया. ഒരു ദിവസം പെട്ടെന്ന് പിടിവിട്ട് ഞാൻ പുറത്തു വന്നു. 12 बार रोका, അവൻ 12 പ്രാവശ്യം 15 बार रोका, എന്നെ പുറകോട്ട് വലിച്ചു, 35 बार रोका, 35 പ്രാവശ്യം പുറകോട്ട് മാറ്റാൻ ശ്രമിച്ചു, 55 बार रोका, 55 പ്രാവശ്യം ശ്രമിച്ചു. लेकिन हर बार मैं कोशिश करता रहा. പക്ഷെ ഞാൻ എല്ലായ്പ്പോഴും മുൻപോട്ട് പോകാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരുന്നു. 75 बार रोका, 75 പ്രാവശ്യം कोशिश ശ്രമിച്ചു, करता रहा, വീണ്ടും ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. क्योंकि मेरा लक्ष्य वहां जड़ पकड़नी है. എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ വേരൂന്നുക जब എന്നുള്ളതാണ്. मैंने 75 बार मना किया, इसको पता चल गया अब ये मेरे इलाके में नहीं रहने वाला. 75 പ്രാവശ്യം ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി ഇനി എന്റെ അധീനതയിൽ വെക്കുവാൻ സാധ്യമല്ല. मैं यहाँ पहुंच गया. ഞാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുക. अब ये मेरे को कॉल तक छोड़ो, मिस कॉल तक नहीं करेगा. ഇനി എന്നെ വിളിക്കുവാനല്ല, ഒരു മിസ് കോൾ പോലും ചെയ്യുവാനുള്ള ധൈര്യം ഉണ്ടാകുകയില്ല. ആമേൻ. क्यों करता है दूसरा वाला मिस कॉल आपको? എന്തുകൊണ്ടാണ് മറ്റുള്ളവർ നമുക്ക് മിസ് കോളുകൾ അടിക്കുന്നത്? हाँ, नंबर दे रखा है നമ്പറുകൾ കൊടുത്തിട്ടുള്ളത് കൊണ്ടാ. बीच बीच में, ए तंग मत कर, हाँ अभी मैं प्रार्थना कर रहा हूँ. उस कॉल में ही पता चल जाता, उठा तो लिया ना, अगली बार आ भी जाएगा. അവൻ ആദ്യം കോൾ ചെയ്ത സമയത്ത് പറഞ്ഞു എന്നെ വിളിക്കരുത്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വീണ്ടും വിളിക്കാനായിട്ടൊരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പോൾ इशारा दे रहे हैं हम उसे. നാം ആണ് അവസരങ്ങൾ കൊടുക്കുന്നത്.
कि मैं अभी भी तेरी ही रेंज में हूं. ഞാൻ ഇപ്പോഴും നിങ്ങളുടെ പരിധിക്കകത്താണ് എന്നുള്ള ഇത് ഞാനാണ് കൊടുക്കുന്നത്. अब मैं जो कहने जा रहा हूं उसको आत्मा में लीजिएगा. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ആത്മാവിൽ ഏറ്റെടുക്കാൻ जब ശ്രമിക്കുക. आप और मैं मसीह के प्रेम में, मसीह के वचन में हम जड़ पकड़ लेते हैं, നാം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വളരുവാൻ വേരൂന്നുവാൻ തുടങ്ങുമ്പോൾ तो शैतान कितनी भी कॉल करने की कोशिश करे, उसको केवल एक आवाज सुनाई देगी. പിശാച് എത്ര മാത്രം നമ്മെ പുറകോട്ട് വലിക്കുവാനുള്ള അവൻ വിളി വന്നാലും एक आवाज सुनाई देगी. ഒരു കാര്യം മാത്രം കേൾക്കണം. The subscriber you are trying to call is out of range. പരിധിക്ക് പുറത്താണ്. हाँ, जिसको आप बुलाना चाह रहे हैं वो നിങ്ങൾ വിളിക്കുവാൻ ആഗ്രഹിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്. आमीन. हालेलुया. ഹല്ലേലൂയ. हमारे मामले में उसको ये आवाज नहीं सुनाई दे कि परिधि के ऊपर है. നമ്മൾ വിളിക്കുമ്പോൾ പരിധിയുടെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നതെന്ന് അവർക്ക് തോന്നരുത്. परिधि के बाहर है. പരിധിക്ക് പുറത്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. बाहर आने के लिए आपको बाहर बनी रहने वाली एक जगह होनी चाहिए. ആമേൻ. പുറത്തു വരുവാൻ വേണ്ടി നാം നിൽക്കേണ്ട ഒരു സ്ഥാനമുണ്ട്, അവിടെ തന്നെ നാം നിൽക്കണം. वो कोशिश करेगा. ആമേൻ. വീണ്ടും നമ്മെ പിടിച്ചു പുറകോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. फ्रेंड रिक्वेस्ट भेजेगा. വീണ്ടും ഫ്രണ്ട് റിക്വസ്റ്റുകൾ വരും. दोबारा अपनी ओर आकर्षित करेगा. വീണ്ടും നമ്മെ അങ്ങോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കും. जो मेरे को सबसे ज्यादा पसंद है वो चीज लेकर आएगा. ആമേൻ. എനിക്ക് എന്താണോ കൂടുതൽ ഇഷ്ടം അതിനെ എന്നെ കാണിച്ച് ആകർഷിക്കുവാൻ ശ്രമിക്കും. मुझे ललचाएगा. ആ, उसको पता ही नहीं चलना चाहिए. उसको ये पक्का ये कंफर्म हो जाना चाहिए कि अब ये मेरे को नहीं मिलेगा. അവന് ആ ഒരു തിരിച്ചറിവ് തീർച്ചയായിട്ടും ഉണ്ടാകണം. അവൻ ഇനി മേലാൽ തിരിച്ചു വരികയില്ല എന്നുള്ളത്. मेरे को नहीं मिलेगा. എനിക്കിനി നിന്നെ കിട്ടത്തില്ല എന്ന് अब ये മനസ്സിലാകണം. तेरे को नहीं मिलेगा ഇനി നിനക്ക് കിട്ടത്തില്ല എന്ന് മനസ്സിലാകണം. क्योंकि मैंने कहीं और जड़ पकड़ ली പക്ഷെ है. ഞാൻ ഇപ്പോൾ വേറെ ഒരിടത്താണ് സ്ഥിരമാക്കിയിരിക്കുന്നത്. किसमें जड़ पकड़ ली है मैंने? എവിടെയാണ് വേര് ഉറപ്പിച്ചിരിക്കുന്നത്? मसीह में जड़ पकड़ ली है. ക്രിസ്തുവിലാണ് വേര് ഉറപ്പിച്ചിരിക്കുന്നത്. मसीह में जड़ पकड़ते वक्त हमें वचन की आमीन खाद मिलती है. ക്രിസ്തുവിൽ നാം വേരൂന്നുന്ന സമയത്ത് ദൈവത്തിന്റെ വചനമാകുന്ന വളം നാം ഇട്ടുകൊടുക്കണം. दूसरा, രണ്ടാമത്തെ കാര്യം मसीह के प्रेम में जड़ पकड़नी है. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വേരൂന്നണം. हम वचन में जड़ पकड़ रहे हैं, ഒന്നാമതായിട്ട് വചനത്തിൽ നാം വേരൂന്നണം. प्रेम में जड़ पकड़ रहे ആമേൻ. हैं. സ്നേഹത്തിൽ വേരൂന്നണം. हालेलुया. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. क्यों भैया प्रेम में जड़ पकड़ सकते हैं? എന്തുകൊണ്ടാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നാം വേരൂന്നേണ്ടത്? क्योंकि एक ही प्रेम है ഒരൊറ്റ സ്നേഹം മാത്രമേ ഉള്ളൂ. जो था, ഉണ്ടായിരുന്നതും है ഇപ്പോൾ ഉള്ളതും और रहेगा. എന്നത്തേക്കും നിലനിൽക്കുന്നതും. कभी भी नहीं बदलने वाला प्रेम. ഇതൊരിക്കലും മാറിപ്പോകുന്ന സ്നേഹമല്ല. मुझ में से कुछ आशा के साथ, मुझ में कुछ पाने की इच्छा के साथ उसने मुझसे प्रेम नहीं किया. എന്നിൽ നിന്ന് എന്തെങ്കിലും കിട്ടും എന്നുള്ള രീതിയിലല്ല ക്രിസ്തു നമ്മളെ സ്നേഹിച്ചത്. यीशु के प्रेम को देखिए. ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഒന്ന് നോക്കാമോ? यीशु के प्रेम को देखिए. ക്രിസ്തുവിന്റെ സ്നേഹത്തെ നമുക്ക് നോക്കാം. कैसा था वो प्रेम? എന്താണ് ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത്? निस्वार्थ प्रेम. സ്വാർത്ഥതയില്ലാത്ത പ്രേമമായിരുന്നു. निस्वार्थ प्रेम. നിസ്വാർത്ഥമായ സ്നേഹം. मेरा कोई रिश्तेदार नहीं है ये. ഇതെന്റെ ബന്ധുവൊന്നുമല്ല. चाचा के लड़के हैं आप मेरे. എന്റെ ചാച്ചായുടെ മോനാണോ? बुआ की, मासी के, बेटे के, दामाद के. ഏതെങ്കിലും ബന്ധത്തിലുള്ള ദൂർ വാലെ. ആളാണോ? ബന്ധുവാണോ? हमें ആമേൻ. लेकिन केवल इसलिए कि आप एक मनुष्य हैं, നിങ്ങളൊരു മനുഷ്യനായതുകൊണ്ട് उसने मुझसे प्रेम किया. ക്രിസ്തു യേശു നമ്മളെ സ്നേഹിച്ചു. ആമേൻ. हालेलुया. ഹല്ലേലൂയ. रूप देखकर प्रेम नहीं किया, നമ്മുടെ രൂപം നോക്കിയല്ല നമ്മെ സ്നേഹിച്ചത്. क्योंकि रूप देखता तो प्रेम निकलता ही नहीं. ആമേൻ. നമ്മുടെ രൂപം കാണുകയായിരുന്നെങ്കിൽ ആ സ്നേഹം നമ്മളിലേക്ക് വരികയില്ലായിരുന്നു. योग्यता देखकर प्रेम नहीं किया. നമ്മുടെ യോഗ്യത കണ്ടല്ല ക്രിസ്തു നമ്മെ സ്നേഹിച്ചത്. हम जैसे थे നാം എങ്ങനെയായിരുന്നുവോ वैसे ही प्रेम किया. ആ അവസ്ഥയിൽ തന്നെ ക്രിസ്തു നമ്മെ സ്നേഹിച്ചു. हालेलुया. ഹല്ലേലൂയ. बाकी सारे प्रेम देखते हैं कितना मिलेगा. മറ്റുള്ള സ്നേഹം നോക്കും അതിൽ നിന്ന് വല്ലതും കിട്ടുമോ എന്ന്. आपके जितने भी फ्रेंड रिक्वेस्ट वाले लोग हैं ना, एफबी वाले लोग हैं, कुछ ना कुछ देखकर आपके फ्रेंड बने. അമ്മ നിങ്ങളുടെ FB-യിലൊക്കെയുള്ള ഫ്രണ്ട്സ് ഉണ്ടല്ലോ, എന്തെങ്കിലും കണ്ടിട്ടായിരുന്നു നിങ്ങളൊക്കെ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്നതും സ്നേഹിക്കുന്നതും. मैं लिख कर देता हूं. ഞാൻ എഴുതി തരാം നിങ്ങൾക്ക്. एक दिन
ഒരു ദിവസം उनको नहीं पसंद आने वाली चीज एक बार करके देखो, അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഒരു പ്രാവശ്യം ചെയ്താൽ മതി, असली रंग सामने आ जाएगा। അപ്പോൾ അവരുടെ ശരിക്കുമുള്ള സ്വഭാവം പുറത്തു വരും. अगले दिन आपको पोस्ट आएगा, आपको नोटिफिकेशन आएगा, അടുത്ത ദിവസം നോട്ടിഫിക്കേഷൻ വരും, उसने आपको अनफ्रेंड कर दिया। അൺഫ്രണ്ട് ചെയ്തു എന്നൊരു നോട്ടിഫിക്കേഷൻ വരും. लेकिन मेरा यीशु ऐसा नहीं करता। പക്ഷേ നമ്മുടെ യേശു അങ്ങനെയുള്ള ഒരു യേശുവല്ല. हमने कितनी बार उसके लिए गलत किया, എത്ര പ്രാവശ്യം തെറ്റുകൾ നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. कितनी बार ऐसा किया जो उसे पसंद नहीं था, കർത്താവിന് ഇഷ്ടമില്ലാത്ത എത്രയോ കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. फिर भी उसने मुझसे प्रेम പക്ഷേ किया। ഇപ്പോഴും ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നുണ്ട്. आज भी मुझे अपना बच्चा कहता है। ഇന്നും കർത്താവ് തന്റെ മകനാണ് മകളാണ് എന്നാണ് നമ്മളെ കുറിച്ച് പറയുന്നത്. पौलुस कहता है यदि जड़ पकड़नी है तो उस प्रेम में जड़ पकड़ो। അവൻ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, വേരൂന്നുകയാണെങ്കിൽ അവൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വേരൂന്നണം. तो पहला किस में जड़ पकड़ रहे हैं हम? ആദ്യം നാം എവിടെയാണ് വേരൂന്നേണ്ടത്? मसीह के वचन में जड़ पकड़ रहे हैं। ക്രിസ്തുവിന്റെ വചനത്തിൽ നാം വേരൂന്നണം. दूसरा किस में जड़ पकड़ रहे हैं? രണ്ടാമത് നാം എവിടെയാണ് വേരൂന്നേണ്ടത്? मसीह के प्रेम में जड़ ക്രിസ്തുവിന്റെ पकड़। സ്നേഹത്തിൽ നാം വേരൂന്നണം. सब लोग बोले जड़ पकड़ रहे हैं, നാം जड़ पकड़ रहे हैं, വേരൂന്നുകയാണ്, मजबूत हो रहे हैं। നാം ഉറയ്ക്കുകയാണ്. हालेलुया, ഹല്ലേലൂയ, मजबूत हो रहे हैं। ഉറയ്ക്കുകയാണ്. हालेलुया। ഹല്ലേലൂയ. कुछ भी वहां से उखाड़ने की कोशिश करे, मैं नहीं उखड़ूंगा। അവൻ ആയിരിക്കുന്ന ഇടത്ത് നിന്ന് ഇളക്കി കളയുവാൻ എന്തെല്ലാം ശ്രമിച്ചാലും ഞാൻ ഇളകി മാറുകയില്ല. तीसरी बात बताकर मैं समाप्त करना चाहता हूं। മൂന്നാമത്തെ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. हमें विश्वास में जड़ पकड़नी है। വിശ്വാസത്തിൽ ഉറയ്ക്കുക. हालेलुया। ഹല്ലേലൂയ. विश्वास में जब जड़ पकड़ते हैं तो उसका मतलब ये है कि ये विश्वास मेरे दिल में जड़ पकड़ता है। വിശ്വാസത്തിൽ വേരൂന്നുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്താണ് വേരൂന്നത്. ये विश्वास मुझे मजबूती देता है। അവൻ ഈ വിശ്വാസം എന്നെ ക്രിസ്തുവിൽ ഉറപ്പിക്കുകയാണ്. हालेलुया। ഹല്ലേലൂയ. क्या है विश्वास का मतलब? എന്താണ് വിശ്വാസത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്? विश्वास का मतलब क्या है? എന്താണ് വിശ്വാസത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്? हमने पता है विश्वास को क्या मान रखा है। എന്താ നമ്മൾ എന്താ വിശ്വസിക്കുന്നത്, എന്താണ് വിശ്വാസം എന്ന് ചിന്തിച്ചിരിക്കുന്ന അറിയാമോ? मेरे को सिर दर्द है, എനിക്ക് തലവേദനയുണ്ട്, मैं विश्वास करता हूँ यीशु मुझे चंगाई दे देगा। ഞാൻ വിശ്വസിക്കുന്നു കർത്താവിന്റെ തലവേദന മാറ്റുമെന്ന്. मेरा कैंसर है, എനിക്ക് ക്യാൻസർ ഉണ്ട്, मैं विश्वास करता हूँ कैंसर से चंगाई दे देगा। കർത്താവിന്റെ ക്യാൻസറെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. मैं विश्वास करता हूँ मुझे वो धन देगा। എനിക്ക് സമ്പത്ത് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ये तो विश्वास का केवल ऊपरी तल है। ഇതെന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ പുറമേയുള്ള ഭാഗം മാത്രമാണ്. उसके लिए विश्वास की गहराई में जाने की जरूरत है। ഇതൊക്കെ പ്രാപിക്കാൻ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ല. सुसमाचार में लिखा हुआ है कि उसके सामने बहुत सारे लोग आए। സുവിശേഷത്തിൽ നാം കാണാൻ കഴിയുന്നു, യേശുവിന്റെ അടുക്കിലേക്ക് ധാരാളം ആളുകൾ കടന്നു വന്നു. सब लोग सुन रहे हैं मुझे? എല്ലാരും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? कितने लोग आए वहां पे? അവിടെ എത്ര പേര് വന്നു? यीशु को पता भी नहीं है कौन है, യേശുവിന് അറിയത്തില്ല ആരൊക്കെയാ വന്നിരിക്കുന്നതെന്ന്. कौन सी जाति वाला है, कौन से रंग वाला है, विश्वास करता भी है या नहीं करता है। യേശുവിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് ഏത് ജാതിയിലും വർഗത്തിലും നിറത്തിലും പെട്ട ആളുകളാണെന്നൊന്നും യേശുവിന് അറിയാൻ പറ്റില്ല. लेकिन वो वचन आप पढ़कर देखिएगा, वचन सब लोगों ने चंगाई पाई। അവിടുന്ന് വായിക്കാൻ കാണാൻ സാധിക്കുന്നത് വന്നവരൊക്കെ സൗഖ്യം പ്രാപിച്ചു മടങ്ങിപ്പോയി. तो मतलब चंगाई पाने के लिए विश्वास नहीं है तो भी पा लेते। സൗഖ്യം പ്രാപിക്കാൻ വിശ്വാസം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4 व्यक्ति एक व्यक्ति को उठाकर लेकर आए थे, तो झोले के मारे हुए व्यक्ति का विश्वास नहीं था, 4 लोगों का विश्वास था। उसके अंदर तो था भी नहीं, पता भी नहीं चल रहा था हो क्या रहा है यहाँ पर। 4 പേര് ഒരു പക്ഷപാതക്കാരനായിരിക്കുന്ന വ്യക്തിയെ ചുമന്നു കൊണ്ടുവന്നു. അവിടെ സംഭവിക്കുന്നത് പക്ഷപാതക്കാരന്റെ വിശ്വാസം കണ്ടിട്ടല്ല, കൊണ്ടുവന്നവരുടെ വിശ്വാസം കൊണ്ടാണ് പക്ഷപാതക്കാരൻ സൗഖ്യമാകുന്നത്. तो मतलब जो विश्वास है वो केवल चंगाई पाने तक सीमित नहीं है। നമ്മുടെ സൗഖ്യത്തിൽ മാത്രം വിശ്വാസം ഒതുങ്ങി നിൽക്കരുത്. उसका अगला तल यीशु मसीह खुद कहता है, तेरे विश्वास ने तुझे चंगा किया। നിന്റെ വിശ്വാസം നിന്നെ സൗഖ്യത്തിലേക്ക് നയിച്ചു എന്ന് യേശു അവിടെ പറയുന്നു. उन सब चंगाइयों को देखिएगा पढ़कर, ആ സൗഖ്യത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ उन्होंने कुछ विशेष किया। അവരെന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എക്സ്ട്രാ എന്തെങ്കിലും അവർ है ना? ചെയ്തിട്ടുണ്ട്. सूबेदार आता है अपने नौकर के लिए, वो कहता है यीशु आने की जरूरत नहीं है, वहीं से बोल दो। പള്ളിപ്രമാണി യേശുവിന്റെ അടുക്കൽ വരുന്ന സമയത്ത് അവൻ പറയുകയാണ്, തന്റെ ദാസന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ പറയുന്നു, ഭവനത്തിൽ വരേണ്ട ആവശ്യമില്ല, അവിടെ നിന്ന് പറഞ്ഞാൽ മതി. उन्होंने कुछ अलग किया। അദ്ദേഹം സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യുകയാണ്. 12 साल वाली जो स्त्री है लहू वाली, वो पीछे आई, पीछे से आकर वस्त्र छुआ, कुछ अलग किया। 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ള സ്ത്രീ പുറകിൽ നിന്ന് വന്ന് യേശുവിനെ തൊട്ടു. केवल ऐसी जगहों पर यीशु ने रुक कर कहा,
तेरे विश्वास ने तुझे चंगा किया। മറ്റാരും ചെയ്യാത്തൊരു പ്രവൃത്തി ചെയ്തത് കണ്ടുകൊണ്ട് യേശു പറയുകയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. तो क्या कहना चाहता हूं मैं? എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? चंगाई पाना विश्वास के ऊपर आधारित हो सकता है, नहीं भी हो सकता है। സൗഖ്യം പ്രാപിക്കുവാൻ ഒരു പക്ഷേ വിശ്വാസം വേണം, വിശ്വാസം ഇല്ലെങ്കിലും ചിലപ്പോൾ സൗഖ്യം നടക്കാം. लेकिन यदि हमें जड़ पकड़नी है പക്ഷെ ക്രിസ്തുവിൽ വേരൂന്നണമെങ്കിൽ तो उसके लिए एक विश्वास की जरूरत है। അതിന് വിശ്വാസം ആവശ്യമാണ്. उस विश्वास के बारे में इब्रानियों के अंदर अच्छे तरीके से इब्रानियों का लेखक कहता है। എബ്രായ ലേഖനത്തിൽ അതിനെപ്പറ്റി സവിസ്തരമായിട്ട് എഴുതിയിട്ടുണ്ട്. पढ़िएगा जल्दी से 11 का 1 का। 11-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. अब विश्वास आशा की हुई वस्तुओं का निश्चय और अनदेखी वस्तुओं का प्रमाण है। हाँ, दो बातें। വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. दो बातें രണ്ട് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നു. मेरे पीछे बोलिएगा। എന്റെ പുറകെ നിങ്ങൾ പറയണം. आशा की गई वस्तुओं का निश्चय, ആശിക്കുന്നതിന്റെ ഉറപ്പ്, अनदेखी वस्तुओं का प्रमाण। കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ये बोलते ही हमारे मन में क्या आता है? ഇത് പറയുമ്പോൾ തന്നെ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? हे प्रभु, मैं आशा करता हूं मेरे घर में 320 लीटर का फ्रिज है। ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു എന്റെ ഭവനത്തിനകത്ത് 320 ലിറ്ററിന്റെ ഫ്രിഡ്ജ് വന്നു എന്ന്. वो निश्चय അതാണ് ഉറപ്പെന്ന് പറയുന്നത്. है। ഉണ്ട്. लेकिन क्या केवल फ्रिज की बात हो रही है यहाँ पर? അവിടെ ഫ്രിഡ്ജിനെ പറ്റിയാണോ ഇവിടെ പറയുന്നത്? मेरा एक स्वर्गिक जीवन है। എനിക്ക് സ്വർഗീയമായ ഒരു ജീവിതമുണ്ട് എന്നാണ്, അതിനെ പറ്റിയുള്ള ഉറപ്പാണ് പറയുന്നത്. शैतान के राज के ऊपर मेरा अधिकार है। പൈശാചിക സാമ്രാജ്യത്തിന്റെ മേൽ എനിക്കൊരു അധികാരമുണ്ടെന്നാണ് പറയുന്നത്. उसके नीचे आप कैंसर से चंगाई है, ആമേൻ. അതിന്റെ താഴെയാണ് ക്യാൻസർ എന്നുള്ള സൗഖ്യം എന്ന് പറയുന്നത്. सिर दर्द से चंगाई है। തലവേദനയുള്ള സൗഖ്യം അതിന്റെ താഴെയാണുള്ളത്. अभी तक कैंसर की चंगाई नहीं मिली, ഇതുവരെ ക്യാൻസറിന്റെ സൗഖ്യം എനിക്ക് കിട്ടിയിട്ടില്ല. अभी तक स्वर्गीय जिंदगी जीना शुरू नहीं की, ഞാൻ സ്വർഗീയമായിരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ടില്ല. लेकिन मुझे निश्चय है പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് कि वो चीज है। അതുണ്ട് എന്നുള്ളത്. स्वर्ग कितने लोगों ने देखा है? സ്വർഗം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? आपने स्वर्ग देखा है? നിങ്ങൾ ആരെങ്കിലും സ്വർഗം കണ്ടിട്ടുണ്ടോ? हेलो, ഹല്ലേലൂയ. यीशु को देखा है? യേശുവിനെ കണ്ടിട്ടുണ്ടോ? तो क्यों आते हैं यहाँ पे हर संडे? പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടെ വരുന്നതല്ല ഞായറാഴ്ചയും? ये निश्चय है। ആമേൻ. ഇതൊരു ഉറപ്പാണ്, ഇതൊരു നിശ്ചയമാണ്. हालेलुया। ഹല്ലേലൂയ. ये है विश्वास। ഇതാണ് വിശ്വാസം എന്ന് ऐसा പറയുന്നത്. है तो मेरी आशा है मेरे घर में मौत तांडव नहीं मचा सकती। എന്റെ വിശ്വാസമാണ്, എന്റെ ഉറപ്പാണ്, മരണം എന്റെ ഭവനത്തിനകത്ത് കടന്നു വരികയില്ല, ये വാഴുകയില്ല. परेशानी मुझे तंग नहीं कर सकती। ഈ പ്രശ്നത്തിന് എന്നെ അവൻ തകർക്കുവാൻ സാധിക്കില്ല. मेरी आशा है ഇതാണ് എന്റെ ഉറപ്പ്. ये मेरा निश्चय बनना चाहिए, ഇതെന്റെ നിശ്ചയമായി തീരണം. मेरा निश्चय बनना चाहिए। ഇതെന്റെ നിശ്ചയമായി और वो തീരണം. जो चीज मैंने नहीं देखी है, ആ കാര്യം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. उस चीज का सबूत बन जाता है। वो അവൻ അതിന്റെ ഉറപ്പ്, അതിന്റെ ഉറപ്പാണ് എന്റെ അകത്തുള്ളത്. क्या है सबूत? എന്താണ് ഉറപ്പ് എന്ന് പറയുന്നത്? सुनिएगा, यदि जॉनसन है तो जॉनसन की छाया है। ജോൺസൺ ഉണ്ടെങ്കിൽ ആമൻ ജോൺസന്റെ നിഴലുമുണ്ട്. समझ रहे हैं मेरी बात? ഹല്ലേലൂയ. छाया है तो मतलब जॉनसन भी है। നിഴലുണ്ടെങ്കിൽ ആ വ്യക്തി ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ये विश्वास है वो छाया, ആമൻ. അതിന്റെ വിശ്വാസമാണ് ഈ നിഴൽ എന്ന് പറയുന്നത്. सबूत है। അത് ഉറപ്പാണ്. लोग कहते हैं नहीं है, ആളുകൾ പറയും ഇല്ലെന്ന്, चंगाई नहीं है, സൗഖ്യമില്ല, छुटकारा नहीं है, വിടുതലില്ല. ये ऐसे ही बोलते हैं। ഇത് അങ്ങനെ വെറുതെ പറയുന്ന स्वर्ग കാര്യമാണ്. वर्ग नहीं है, സ്വർഗമൊന്നുമില്ല, यीशु वर्ग नहीं है, യേശുവില്ല. लेकिन मैं कहता हूं है। എന്നാൽ കർത്താവ് പറയുന്നു ഉണ്ട്. और प्रभु आपको सबूत दिखाएगा। ആമേൻ. ദൈവം നമ്മളെ ഉറപ്പിക്കും ആ കാര്യത്തിൽ. आप वो जो सबूत विश्वास दिखाते हैं उसका उत्पाद है आपको मिलने वाला छुटकारा और चंगाई। നാം അത് വിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ ഉറപ്പാണ് നമുക്ക് ലഭിക്കുന്ന വിടുതലുകളും സൗഖ്യവും ഒക്കെ. मैं इसको यूं कहूंगा, ഞാൻ ഇപ്രകാരം പറയട്ടെ. the product of your faith, നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് ഉൽപാദിതമാകുന്ന കാര്യം आपकी अनंत जिंदगी का, विश्वास की जिंदगी का सबूत है। ആമേൻ. നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്റെ അല്ലെങ്കിൽ നിത്യ ജീവിതത്തിന്റെ ഉറപ്പാണത്. वो केवल संडे यहाँ नहीं मिलता है, അത് ഞായറാഴ്ച ഇവിടെ വരുമ്പോൾ ലഭിക്കുന്നതല്ല. वो आपकी अपनी जगह पर
हर दिन मिलना चाहिए. നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് നിങ്ങളുടെ ഭവനത്തിനകത്ത് എല്ലാ ദിവസവും അത് ദൈവത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിക്കുക തന്നെ ചെയ്യണം. ये हालेलुया. ഹല്ലേലൂയ. कौन सा सबूत? എന്താണ് ഉറപ്പ്? सबने प्रार्थना की, എല്ലാവരും പ്രാർത്ഥിക്കുന്നു, निराश हो गए. നിരാശയിലേക്ക് കടന്നു मैंने भी പോകുന്നു. प्रार्थना की, ഞാനും പ്രാർത്ഥിച്ചു, निराश हो गए. ഞാനും നിരാശയിലാണ്. ये है सबूत. ഇതാണ് ഉറപ്പെന്ന് उन പറയുന്നത്. सब के बीच में सबूत, मैंने प्रार्थना की और यीशु चंगाई देता ആമേൻ. है. അങ്ങനെയുള്ള ആ വിഷയങ്ങളുടെ മധ്യത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവിനെ സൗഖ്യമാക്കി. അതാണ് ഉറപ്പെന്ന് പറയുന്നത്. 3 बातें. 3 കാര്യങ്ങൾ. यदि हमें मसीह में जड़ पकड़नी है ക്രിസ്തുവിൽ നാം വേരൂന്നണമെങ്കിൽ तो उसके लिए 3 बातें. അതിന് 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കണം. मसीह के वचन में जड़ पकड़ना है, ക്രിസ്തുവിന്റെ വചനത്തിൽ വേരൂന്നണം, मसीह के प्रेम में जड़ पकड़ना ക്രിസ്തുവിന്റെ है, സ്നേഹത്തിൽ വേരൂന്നണം, और मसीह के विश्वास में जड़ ക്രിസ്തുവിന്റെ पकड़ना. വിശ്വാസത്തിൽ വേരൂന്നണം. हालेलुया. ഹല്ലേലൂയ. मैं ये कहकर समाप्त करूंगा. ഇങ്ങനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. बसना काफी नहीं है, बसना काफी नहीं है, വസിച്ചാൽ മാത്രം പോരാ, बने रहना महत्वपूर्ण है. നിലനിൽക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. बस तो कोई भी सकता है, വസിക്കുവാൻ എല്ലാവർക്കും കഴിയും, बने रहना मुश्किल है. നിലനിൽക്കുന്നതാണ് പ്രയാസം എന്ന് यदि പറയുന്നത്. आप बने रहेंगे, നിങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ, ध्यान से सुनिए, यदि आप बने रहेंगे നിങ്ങൾ നിലനിൽക്കുന്ന तो വ്യക്തിയാകുന്നുവെങ്കിൽ आप गहरे होते रहेंगे. അവൻ അത്രമാത്രം ആഴത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. हालेलुया. ഹല്ലേലൂയ. अगली बात सुनिए, രണ്ടാമത്തെ आप കാര്യം, जितना गहरे होंगे എത്രമാത്രം ആഴത്തിലേക്ക് നാം പോകുന്നുവോ उतना ही ऊपर से प्रकट होंगे. അത് പുറമേ നമുക്ക് പ്രകടമായി തീരുന്നു. हालेलुया. ഹല്ലേലൂയ. अच्छे अच्छे फल നല്ല ഫലങ്ങളൊക്കെ ऐसे पेड़ से ही निकलते हैं जिनकी जड़ें मजबूत हैं और अच्छी जगह पर है. ആമേൻ. നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങൾ അതിന്റെ വേരുകൾ ആമേൻ നല്ല സ്ഥലത്തായിരിക്കും. അതുപോലെ തന്നെ വേരുകൾ ആഴത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുള്ളതായിരിക്കും. ऊंट कटारे उत्पन्न करने वाले पेड़ों को जड़ों की आवश्यकता नहीं है. മുള്ളും പറക്കാരെയും മുളപ്പിക്കുന്ന വൃക്ഷങ്ങൾക്ക് വേര് ആവശ്യമില്ല. मैं प्रार्थना करता हूं कलीसिया, ആമേൻ. ദൈവസഭയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കട്ടെ. हमारा जो अंतरिम लक्ष्य है നമ്മുടെ ഏറ്റവും ഉന്നതമായിരിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് परमेश्वर की परिपूर्णता तक पहुंचना. ക്രിസ്തുവിന്റെ നിറവിനോളം നിറയുക എന്നുള്ളതാണ്. उस लक्ष्य तक पहुंचने में हम अच्छे फल उत्पन्न करने वाले लोग അതിനുവേണ്ടി बने. നല്ല ഫലങ്ങൾ നമ്മൾ നിന്ന് പുറപ്പെടുവാൻ ഇടയായി തീരട്ടെ. आप इन 3 चीजों में जड़ पकड़े हुए हैं, उसका प्रमाण क्या है? നാം ഈ 3 കാര്യങ്ങൾ വേരുറച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവെന്താണ്? आप में से फल निकलेंगे, നമ്മിൽ നിന്ന് ഫലം പുറപ്പെടും. आप में से. हालेलुया. നമ്മിൽ നിന്ന് ഫലം പുറത്തു വരും. सुन रहे सब लोग? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? मैं जल्दी समाप्त करूंगा, ഞാൻ പെട്ടെന്ന് നിർത്താം. 15 से 20 मिनट नहीं लूंगा. हालेलुया. ആമേൻ. कैसे पता चलेगा जड़ पकड़ी हुई है? ആമേൻ. ഞാൻ വേര് ഉറച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? फल निकलेंगे, ഫലം പുറത്തു വരും. फल निकलेंगे. ഫലം പുറത്തു വരും. कौन से वाले? ഏത് ഫലമായിരിക്കും പുറത്തു വരുന്നത്? खटास वाले, അവൻ പുളിയുള്ളതായിരിക്കുമോ? कड़वाहट वाले, അവൻ കയ്പുള്ളതായിരിക്കുമോ? आमेन, ഹല്ലേലൂയ. मीठे. മധുരമുള്ള ഫലമായിരിക്കും പുറത്തു വരുന്നത്. पास वाले को बोलिएगा, कड़वा फल निकालने के लिए नहीं जड़ पकड़ी है मैंने. അവൻ കയ്പുള്ള ഫലം പുറപ്പെടുവിക്കാനല്ല ഞാൻ വേരൂന്നിയിരിക്കുന്നത്. आमेन. ആമേൻ. मेरे अंदर विभाजन का फल नहीं, मेरे अंदर एकता का फल है. എന്റെ അകത്ത് ഭിന്നതയുടെ ആത്മാവല്ല, അവൻ ഐക്യതയുടെ ഏകാത്മാവിന്റെ ഹൃദയമാണുള്ളത്. नफरत का फल नहीं है, വെറുപ്പിന്റെ ഹൃദയമല്ല, प्रेम का फल है. സ്നേഹത്തിന്റെ ഫലമാണുള്ളത്. आमेन. ഹല്ലേലൂയ. हालेलुया. ആമേൻ. तो 3 बातें. 3 കാര്യങ്ങൾ: जड़ पकड़ो, വേരൂന്നുക, फल उत्पन्न करो, ഫലം കായ്ക്കുക, परिपूर्णता तक पहुंचो. ആമേൻ. നിറവിനോളം, ക്രിസ്തുവിന്റെ നിറവിനോളം നിറഞ്ഞു വരിക. जड़ पकड़ो, വേരൂന്നുക, फल उत्पन्न करो, ഫലം കായ്ക്കുക, परिपूर्णता तक पहुंचो. ക്രിസ്തുവിന്റെ നിറവിനോളം നിറഞ്ഞു വരിക. हर दिन टेस्ट करना. എല്ലാ ദിവസവും ടെസ്റ്റ് ചെയ്യണം. शुगर टेस्ट करते हैं आप? ഷുഗർ ടെസ്റ്റ് ഉള്ളവർ ചെയ്യാറുണ്ടോ? बीपी चेक करते हैं आप? ബി പി ഉള്ളവർ ചെക്ക് ചെയ്യാറുണ്ടോ? हर दिन अपना भी बीपी चेक करना. എല്ലാ ദിവസവും നിങ്ങളുടെ ബി പി നിങ്ങൾ ചെക്ക് ചെയ്യണം. कौन सी वाली बीपी? ഏത് ബി പി നോക്കേണ്ടത്? आत्मिक बीपी को चेक करना. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ബി പി നാം എല്ലാ ദിവസവും ചെക്ക് ചെയ്യണം. आज मेरा फल कैसा निकला है? ഇന്നത്തെ ഫലം എന്താണ് പുറത്തു आज വന്നിരിക്കുന്നത്? कैसा फल निकला है? ഇന്ന് എന്താണ് ഫലം പുറത്തു यदि कहीं വന്നിരിക്കുന്നത്? न कहीं गलत फल निकल रहा है, എവിടെയെങ്കിലും തെറ്റായിട്ടുള്ള ഫലം പുറത്തു വരുന്നുണ്ടെങ്കിൽ वापस मुड़कर आना. തിരിച്ചു വരണം. जड़ के अंदर क्या डाला देखना. ആ
വേര് ഊന്നേണ്ട സ്ഥലത്ത് എന്താണ് വെച്ചിരിക്കുന്നത് ഇട്ടിരിക്കുന്നത് നോക്കണം. गलत तो कुछ नहीं डाल दिया, എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അവിടേക്ക് പോയിട്ടുണ്ടോ? वचन की जगह कुछ और तो नहीं डाला, വചനം ഇടുന്നതിന് പകരം മറ്റെന്തെങ്കിലും ആണോ ഞാൻ ഇട്ടത്? प्रेम की जगह कुछ और तो नहीं डाला, സ്നേഹത്തിന് പകരം മറ്റെന്തെങ്കിലും ആണോ ഇട്ടത്? विश्वास के अलावा कुछ और तो नहीं डाल दिया। വിശ്വാസത്തിന് പകരം മറ്റെന്തെങ്കിലും ആണോ ഇട്ടത്? यदि ऐसा डल भी गया हटा देना उसे, അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്തു മാറ്റിക്കളയുക. वचन डालना, ദൈവത്തിന്റെ വചനത്തെ അവിടെ നിറയ്ക്കുക, प्रेम डालना, സ്നേഹത്തെ നിറയ്ക്കുക, विश्वास डालना, വിശ്വാസത്തെ നിറയ്ക്കുക, फिर बढ़ना शुरू പിന്നെ करना, വളരാൻ തുടങ്ങുക, फल अच्छे आना शुरू हो നല്ല जाएंगे। ഫലം പുറപ്പെടുവാൻ തുടങ്ങുക. हालेलुया। ഹല്ലേലൂയ. और एक दिन उस परिपूर्णता तक हम ഒരു पहुंचेंगे। ദിവസം ആ ക്രിസ്തുവിന്റെ നിറവിനോളം നമുക്ക് നിറഞ്ഞു വരുവാൻ സാധിക്കും. आइए अपनी आंखें बंद നമ്മുടെ करें, കണ്ണുകൾ നമുക്ക് അടയ്ക്കാം. प्रभु के हाथों में समर्पित करें, ആമേൻ. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. मसीह से कहें, हे प्रभु मैं तेरे में जड़ पकड़ता हूँ, ആമേൻ. കർത്താവിനോട് പറയാം, കർത്താവേ അങ്ങയിൽ വേരൂന്നുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, मैं तुझ में जड़ पकड़ता हूँ, അങ്ങയിൽ വേരൂന്നുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. मदद कर प्रभु, കർത്താവ് എന്നെ സഹായിക്കണമേ, मुझे स्थिर बना प्रभु, എന്നെ നിലനിർത്തുമാറാകണമേ. कुछ भी मुझे उखाड़ने नहीं पाए, ഒരു കാര്യത്തിനും എന്നെ ഇളക്കുവാൻ കഴിയരുതേ കർത്താവേ. कुछ भी मुझे डावाडोल नहीं करने അവൻ पाए, ഇളക്കം തട്ടുന്ന ഒന്നും എന്റെ ജീവിതത്തിൽ വരുവാൻ അനുവദിക്കരുതേ. वचन में, ക്രിസ്തുവിന്റെ വചനത്തിൽ, प्रेम में, സ്നേഹത്തിൽ, विश्वास में വിശ്വാസത്തിൽ हर दिन जड़ पकड़ता रहूं, എല്ലാ ദിവസവും വേരൂന്നുവാൻ എന്നെ സഹായിക്കണമേ. अच्छे फल उत्पन्न करता रहूं। നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ എന്നെ സഹായിക്കണമേ. समर्पित करते हुए हम प्रार्थना में चलेंगे। സമർപ്പിച്ചുകൊണ്ട് നമുക്ക്